പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. മുതിർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കിയും അനുഗ്രഹം തേടിയുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം. ആദ്യമായി മുൻമന്ത്രി PP ജോർജിന്റെ പുതുക്കാട് ഫെറോന പള്ളിയിലെ കല്ലറയിലെത്തി അദ്ദേഹം പ്രണാമമർപ്പിച്ചു. തുടർന്ന് PP ജോർജിന്റെ വസതി സന്ദർശിച്ച ബാബുരാജ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസ് ഓഫീസിൽ നിന്നാരംഭിച്ച ആവേശകരമായ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയായിരുന്നു മണ്ഡലത്തിലെ തുറന്ന ജീപ്പിലുള്ള പര്യടനം. UDF പ്രവർത്തകരുടെ വലിയ നിരയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ അണിനിരന്നത്. ഇതിനു പിന്നാലെ തൃശൂരിലെ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം മുൻമന്ത്രി KP വിശ്വനാഥിന്റെ തൃശൂരിലെ വീട്ടിലും സന്ദർശനം നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC സെക്രട്ടറി കല്ലൂർ ബാബു, കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് KL ജോസ്, കേരള കോൺഗ്രസ് നേതാവ് MP പോളി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നിയോജകമണ്ഡലത്തിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും വിജയിക്കുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നേരത്തെ കഴിഞ്ഞ 87 മുതൽ 20 കൊല്ലക്കാലം ഇവിടെ കോൺഗ്രസ്സാണ് KP വിശ്വനാഥൻ ജനപ്രതിയായി ഇവിടെ ഭരണം നടത്തിയ കാലത്താണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുള്ളത്. അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നും പൂർത്തീകരിക്കാതെ തുടർന്ന് വന്ന LDFിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളൊന്നും ചെയ്യാത്ത പല പദ്ധതികളും വലിയ വിഭാവനം ചെയ്തിട്ടുള്ള കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളൊന്നും ഇവിടെ മുടങ്ങിക്കിടക്കുക. പ്രത്യേകിച്ച് ഏറ്റെടുത്ത് പറയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആറ്റപ്പള്ളി റെഗുലേറ്റർ പിടിച്ചു, അതുപോലെ തന്നെ തോട്ടുമുഖം പദ്ധതി, അങ്ങനെ തുടങ്ങിയുള്ള വിവിധ വലിയ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ പദ്ധതികളൊക്കെ തന്നെ ഇന്ന് മുടങ്ങിക്കിടക്കുക. അതുപോലെ നാഷണൽ ഹൈവേയുടെ പണി, നാഷണൽ ഹൈവേയിൽ ഇന്ന് ഈ പുതുക്കാട് സെൻറ്ററിൽ 26ലധികം ആളുകൾ ആക്സിഡൻറ്റിൽ മരിച്ചു വീഴുകയുണ്ടായി. അപ്പോൾ അതിനുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തീകരണം, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം സ്പീഡാക്കി വളരെ പെട്ടെന്ന് തന്നെ തീർക്കണം. മാത്രമല്ല ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ എന്നെ സ്വീകരിക്കും. അത് തീർച്ചയാണ്. ഞങ്ങൾ എല്ലാ തരത്തിലും ഈ പ്രദേശത്തു നിന്ന് ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് വലിയ സ്വീകാര്യതയാണ് എനിക്ക് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. തീർച്ചയായും ഞങ്ങൾ ജയിക്കും. അതുപോലെ തന്നെ ചിമ്മിണി ഡാമിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ ടൂറിസം പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾ, ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി വിവിധ പ്രവർത്തനങ്ങൾ എനിക്കിവിടെ നടത്താനും അത് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പദ്ധതി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. തീർച്ചയായും ജനങ്ങൾ വിലയേറിയ അവരുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കും. സർക്കാരിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായി